ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് കുറച്ചധികം ബ്രേക്ക് എടുത്തിട്ടാണ് ഞാനിപ്പം ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. വീഡിയോ ഒക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച ടൈമിൽ എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പം ജൂൺ 4th ആയി. ഓൾമോസ്റ്റ് ഇതൊന്ന് 1 വീക്കിൽ മേലെയായി. വിചാരിച്ചു ഇന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാലഞ്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീഷനൊക്കെ ഞാൻ ഓൾറെഡി 21st തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ സ്റ്റഡീസിനാണ്. അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഉണ്ടെങ്കിൽ ബാക്കി കാര്യത്തിന് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും നിൽക്കാറ്. എനിക്ക് ഈ ഒരു വീക്ക് ഞാൻ ഫുൾ ബിസി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടൈം കിട്ടിയില്ല. കുറച്ചധികം ടാസ്കുകൾ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ എനിക്ക് തന്നെ സെൽഫായിട്ട് കൊടുത്തേ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ക്ലാസ്സിലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം ഹെക്റ്റിക് ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് 17th തൊട്ട് 21st വരെ ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് വേഗം ഒന്ന് പറയാം. അപ്പം ഈ ഒരു വീക്കിൽ കേരള ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, മലയാളം, ഈ 3 സബ്ജക്ട്സിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിൻ്റെ റീസൺ ഉണ്ട്. കേരള ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ ജോഗ്രഫി എന്ന് പറയുന്നത്. കേരള ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, വേൾഡ് ആയിക്കോട്ടെ. അപ്പം അതൊന്ന് സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിലാണ് അത് പഠിച്ചു തുടങ്ങാന്ന് വെച്ചാൽ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാപ്സ് ഒക്കെ നോക്കി ഈ പ്ലേസസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന ജോഗ്രഫീൻ്റെ കാര്യം. പിന്നെ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 10th വരെ മാത്രമാണ് മലയാളം പഠിച്ചത്. അതും ഞാൻ CBSE സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫുൾ ഓപ്റ്റ് ചെയ്തത് ഹിന്ദിയാണ്. അപ്പം ആ ടച്ച് അതോടെ വിട്ടു. അതുകൂടാതെ തന്നെ CBSE പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ മദർ ടങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളും ആ ഒരു സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ ഒന്നും മലയാളം പോലും വായിക്കാറുണ്ടായിരുന്നില്ല. അന്ന് ഇത് ഹിന്ദു ഒക്കെ വാങ്ങിച്ച് വീട്ടിലിട്ട് അതൊക്കെയായിരുന്നു ഒരു എന്താ പറയുക, കുറച്ച് ഷോ ഓഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ടീച്ചേഴ്സ് അതാണ് റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് ന്യൂസ് റൈറ്റിംഗ് ഒക്കെ ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ റീഡ് ചെയ്ത് അങ്ങനെയൊക്കെ പോയായിരുന്നു. പക്ഷെ മലയാളത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഓവർകം ചെയ്ത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എഫേർട്ട് എടുത്ത് ഞാൻ മുന്നേ UP എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടാണ് അത് ഞാൻ ഇമ്പ്രൂവ് ആക്കി വന്നത്. മലയാളത്തിലുള്ള ആ ഒരു എൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. ഇപ്പം ഒരു ആവറേജ് ലെവൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ മിനിമം 7 മാർക്സെങ്കിലും സ്കോർ ചെയ്യാൻ ഔട്ട് ഓഫ് 10 എനിക്ക് പറ്റാറുണ്ട്. അത് എൻ്റെ എഫേർട്ടിൻ്റെ കാരണം കൊണ്ടാണ്. പിന്നെ അതുപോലെ ആർട്സും കൾച്ചറും, അതും ഞാൻ പറഞ്ഞില്ല, മലയാളം ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയ വലിയ ടച്ചൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതും എനിക്ക് വീക്കായതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതും ഞാനിങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. അത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ ക്ലാസ്സസ് തന്നെയാണ്. അപ്പോൾ 20% എൻ്റെ ലാസ്റ്റ് മീൻസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ആവാറായിരുന്നു. 24th എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കേരള ജോഗ്രഫി ഒക്കെ ഇരുന്ന് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മിനിമം വേൾഡ് ജോഗ്രഫി എങ്കിലും നോക്കിയാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കറിയില്ല നെക്സ്റ്റ് ആ ഒരു ഏരിയ തന്നെയാണോ ചോദിക്കാമെന്ന് അറിയില്ല. എന്നാലും ഇതുവരെ കണ്ട പാറ്റേണിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാറുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ. പിന്നെ അതുകൂടാതെ സയൻസും ഫിസിക്സ് അങ്ങനെ നോക്കിക്കൊണ്ട് സയൻസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിസിക്സിനെക്കാളും ടഫ് കുറച്ചുകൂടി കെമിസ്ട്രി ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ആ സമയത്ത് ഫിസിക്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി തറവാക്കി. പിന്നെ SCRT കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ PSC എക്സാമിന് പോകുന്ന സമയത്ത് ഏത് എക്സാം ആയിക്കോട്ടെ SCRT നോക്കാതെ പോവുകയേ ചെയ്യരുത്. മിനിമം സോഷ്യലും അതുപോലെ തന്നെ സയൻസിലെയും നമുക്ക് തരുന്ന സിലബസിലെ ടോപ്പിക് റിലേറ്റഡ് ചാപ്റ്റേഴ്സ് SCRTയിലുണ്ടെങ്കിൽ മിനിമം അതെങ്കിലും നോക്കാം. ഇപ്പം NCERTന്ന് കൂടെ കയറി ചോദിക്കുന്നുണ്ട്. അത് നോക്കിയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കാം. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സ്റ്റഡി വ്ളോഗ് റിലേറ്റഡ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡീസ് റിലേറ്റഡ് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത്, ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഞാൻ സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ടോ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അത് ഞാൻ റിപ്പീറ്റഡ്ലി മറന്നു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് എവിടെയെങ്കിലും വോളിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ടോ എഴുതി വെക്കുന്ന സമയത്ത് എനിക്ക് റീഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അത് മാത്രം വായിച്ച് നോക്കിയാൽ മതി.
പിന്നെ ആ ഹോൾ ബുക്ക് വന്നിട്ടുള്ള റാങ്ക് ഫയൽ എടുത്തിട്ടോ വീണ്ടും റീഡ് ചെയ്യണ്ട. ആ കാര്യം റീഡ് ചെയ്യുമ്പം തന്നെ എനിക്ക് മീൻസ് നമുക്ക് വായിക്കാനുള്ള കാര്യം മറന്നുകൊണ്ടാണല്ലോ നമ്മൾ എഴുതി വെച്ചത്. അപ്പോൾ അത് റിപ്പീറ്റഡ്ലി വായിക്കുമ്പോൾ ഒന്നുകൂടി മൈൻഡിൽ പെട്ടെന്ന് രജിസ്റ്റർ ആവാനും അതുപോലെ തന്നെ അത് ഈസി ആയിട്ട് റീകോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തൊക്കെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, മിക്കവാറും ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തൊക്കെ. ജസ്റ്റ് പാസീവ് റീഡിങ് മാത്രം ചെയ്യാതെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലേണിംഗ് കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം റെസ്റ്റ് ഓഫ് ദ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ പോസ് ചെയ്ത് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ റെസ്റ്റ് ഓഫ് ദ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണാതെ ഇത് കാണരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് കണ്ടതിന് ശേഷം ഇത് കാണാം, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ട റീസൺ, അതായത് ഞാൻ പ്രീവിയസ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഓൺലൈനായിട്ട് ലക്ഷ്യയുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ആരംഭം 1 എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ആ ആപ്പ് യൂസ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ആ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ജെന്യുവൻലി അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മന്ത്സോളമായി. അപ്പോൾ അതിനിടയിൽ നമുക്ക് 3K ഫോളോവേഴ്സുമായി, അല്ലെങ്കിൽ 3K ഫാമിലി ആയിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മുടെ ഫാമിലി മെമ്പറിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ വളരെ നല്ല ക്ലാസ്സസ് ആണ് അല്ലെങ്കിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും, എല്ലാവരും ഒന്നുമില്ലെങ്കിലും 1-2 ആൾക്കാരെങ്കിലും ഇപ്പം ഓൺലൈൻ കോഴ്സ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പം ഇതിൽ പോയി ജോയിൻ ചെയ്യാനും എന്നിട്ട് അവർക്ക് എനിക്കുണ്ടായ അതേ എക്സ്പീരിയൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്ത്. അതും എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു വീഡിയോ ചെയ്യുമോ എന്ന്, ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. മുന്നേ എന്നോട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലാസ് വളരെ നല്ലതാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു മുന്നേ കമൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ വീഡിയോയിലാണെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും, ലക്ഷ്യയുടെ ക്ലാസ്സസും നോട്ട്സും ഒക്കെ തന്നെയാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും. ക്ലാസ്സസ് ഇപ്പോൾ എനിക്ക് അവൈലബിൾ അല്ല, കോഴ്സ് എക്സ്പയർ ആയി, ഇപ്പോഴും ഞാൻ നോട്ട്സ് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല, എക്സലൻ്റ് ആണെന്നുള്ളത്. വേറെ എല്ലാ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എനിക്കറിയുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. സോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അപ്പം അതിന് ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു കാര്യം, നമ്മുടെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ റെസ്പോൺസസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അത് ചിലർ അതിനെ അനുകൂലിച്ച് പറയും, പ്രതികൂലിച്ച് പറയും, ഇനി അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും ഇല്ലാത്ത രീതിയിലും പറയുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞത്, ഞാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ക്ലാസ് കാണുന്നുണ്ട് എന്നുള്ളത് കാരണം, അത് കണ്ടിട്ട് വേറൊരാളാണ്, ചേച്ചി കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പം അത് നല്ലതായിരിക്കും, അപ്പം ഞാനും പോയി പർച്ചേസ് ചെയ്യട്ടെ എന്ന് വെച്ച് പർച്ചേസ് ചെയ്തിട്ടൊരു അബദ്ധം പറ്റരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. കാരണം മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും അൺഎംപ്ലോയിഡ് ആയിരിക്കും. അതായത് അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ കാശ് കൊടുത്തിട്ടായിരിക്കും ഇതിനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഈവൻ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണെങ്കിൽ പോലും അത് എന്താണ്, അത് പൈസയാണ്. സോ അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പം അതിന് വാല്യൂ ഉള്ളതുകൊണ്ട് അത് വെറുതെ നഷ്ടപ്പെടുത്തുന്നില്ല. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട്, ഔട്ട്പുട്ട് കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് എല്ലാവരും ഞാൻ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്നു. അതിൽ കുറച്ച് കമൻസ് മാത്രം എനിക്ക് അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം തോന്നി. അതിൽ മെയിനായിട്ടൊരു കമൻ്റ് ആയിരുന്നു, ഇത് പെയ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്, അല്ലെങ്കിൽ പെയ്ഡ് ചാനലാണെന്നുള്ളത് ഷുവറാണെന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, എല്ലാ ടൈമും ആയിട്ടില്ല. അതുപോലെ തന്നെ അതിന് ഇനിയും ഒരുപാട് കടമ്പകൾ ഇറക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ചെറിയ കുറച്ച് ഈ 3K ഫാമിലി എന്ന് പറയുന്നത് എനിക്കത് വലിയൊരു ഫാമിലിയാണ്. പക്ഷെ എന്നിരുന്നാലും പോലും പുറത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് വളരെ ചെറിയൊരു ഫാമിലിയാണ്. അതുപോലെ തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല, ഫുള്ളി ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പം അങ്ങനെയുള്ളൊരു ചാനലിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ, ഇതിനേക്കാളും കുറേ വ്യൂസ് കിട്ടുന്ന ചാനലിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കില്ലേ. എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടാനാണ്? അതും ഇത്രയും വലിയൊരു ബ്രാൻഡ്. ഇത്രയും വലിയ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. പക്ഷേ പെയ്ഡെന്നൊക്കെ വരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് പെയ്ഡ് വീഡിയോ.
അതെനിക്ക് ജെന്യുവൻലി തോന്നിയ കാര്യം ഞാൻ തോന്നിയതല്ല, എനിക്ക് ജെന്യുവൻലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു എന്നത് മാത്രം. പിന്നെ അടുത്ത കാര്യം, നെക്സ്റ്റ് പറയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ. അപ്പം ആ പറഞ്ഞൊരാൾ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ഷുവറാണ്. കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇന്നേ വരെ ഒരു റാങ്ക് ഫൈനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഈവൻ PSC എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ച് പോലും നെഗറ്റീവ് പറയാത്ത ഒരാളാണ്. കാരണം നമ്മൾ നെഗറ്റീവ് പറഞ്ഞിരുന്നാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവും. നെഗറ്റീവ് സൈഡ് നോക്കാത്ത ഒരാളാണ്. പക്ഷെ ഇത് എന്നോട് ഇതാണോ നല്ലത് അല്ലെങ്കിൽ അതാണോ നല്ലത്, അല്ലെങ്കിൽ ചേച്ചി യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് യൂസ് ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് അത്രയെങ്കിലും ജെന്യുനിറ്റി അല്ലെങ്കിൽ അത്രയെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൽ 2 വീഡിയോസ്, ചില ക്ലാസ്സിനെ കുറിച്ചൊക്കെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ക്ലാരിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ നല്ല രീതിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്, അതുകൊണ്ടാണ് 2 വീഡിയോസ് എന്നുള്ളത്. അപ്പം അത് ആക്ച്വലി NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസിനെ അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം യൂറോപ്യന്മാരുടെ ആഗമനം അങ്ങനെ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സസ് ഇങ്ങനെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ NCERTയിൽ ടെക്സ്റ്റിൽ ഈ ടോപ്പിക് ഉണ്ടാവുമല്ലോ, അത് NCERT +1 +2 പൊളിറ്റിക്സിൻ്റെ ടോപ്പിക് കൂടി റെഫർ ചെയ്ത് സെപ്പറേറ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. അല്ലാതെ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ IT ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും സെയിം സാധനം തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം സാധനം തന്നെ. അത് NCERT ബേസ്ഡ് അല്ല. NCERT ബേസ്ഡ് ആണ്, അവർ കറക്റ്റ് NCERTയിൽ മെൻഷൻ ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പം അല്ലാതെ വീണ്ടും ഡബിൾ സെയിം കോണ്ടന്റിനെ റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ, ഇപ്പം ഞാനൊരു കാര്യം പറയുന്നതും വേറെ എൻ്റെ അതേ ക്വാളിഫിക്കേഷനുള്ള വേറൊരാൾ സെയിം കാര്യം പറയുമ്പോൾ അത് 2 ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അതുപോലെ അങ്ങനെ 2 ഡിഫറെൻറ്റ് രീതിയിൽ സെയിം കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ടൈം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ക ഓർഗനൈസേഷൻ ഇല്ല, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല അവരത് ചെയ്തത് എന്നാണ് ഞാനതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറൊരു ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആരംഭം 1 സ്റ്റുഡൻ്റ് ആണ്. അപ്പം 1 അപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അപ്പം ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് എന്നുള്ളത്. 6 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ക്ലാസ്സിന് അവർ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കംപ്ലീറ്റ് ചെയ്യാത്ത അവരുടെ മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് അവർ എനിക്കല്ല, ആരംഭം 1 സ്റ്റുഡൻസിന് എല്ലാവർക്കും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നത്. പക്ഷെ മേ ബി ആരംഭം 3 ഒക്കെ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സസ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ ഓൾറെഡി വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അത് തന്നെയാണ് അവർ നിങ്ങൾക്കും തരാൻ പോകുന്നത്. അപ്പം അവർക്ക് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്തത് എനിക്ക് ജെന്യുവൻലി ഉണ്ടായതാണ്. ഞാൻ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞതാണ്. അപ്പോഴും അവർ പറഞ്ഞത്, മാം 24th വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡിസൈഡ് ചെയ്തത്. 500 പേ ചെയ്തിട്ടേ ഉള്ളൂ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സെക്കൻഡ് സ്റ്റേജാണ് എക്സാം. അപ്പം എൻ്റെ റീസൺ കൊണ്ടല്ല ഇത് ഇത്രയും ഡിലേ ചെയ്തതും. ബൾക്കായിട്ടൊരു 500 വീഡിയോസൊക്കെ ഒരു വീക്കിനുള്ളിൽ അപ്ലോഡ് ചെയ്താൽ നമ്മൾ എങ്ങനെ കാണും? നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് അല്ലേ, അത് കണ്ടു തീർക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റഡ്, ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ക്ലാസ്സസ് ഒക്കെ സൂപ്പറാണ്, നോട്ട്സ് ഒക്കെ അടിപൊളിയാണെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചതുകൊണ്ട്, അല്ലെ ഒരു ബ്രാൻഡായി എന്നുള്ളത് കൊണ്ട് നമ്മൾ പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന് മെൻറ്റർഷിപ്പ് ഇല്ലാതെ ഒരു കോഴ്സാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. മെൻറ്റർഷിപ്പോടുകൂടി പർച്ചേസ് ചെയ്ത നല്ല ക്ലാസ്സസ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. സ്റ്റിൽ മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ആ ഒരു സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് മിനിമം നമ്മൾ ആവശ്യപ്പെടുന്ന ക്ലാസ്സസ്, വീഡിയോ ക്ലാസ്സസും നോട്ട്സും, അത് മെൻറ്റർഷിപ്പ് ഇല്ലാതെയും നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പം അത് പ്രോപ്പർ ടൈമിന് നമുക്ക് കിട്ടിയില്ല. 24th വരെ എക്സ്റ്റെൻഡ് ചെയ്തത് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ല, ഞാൻ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീരാത്തത് കൊണ്ടോ അല്ല, അവർ ക്ലാസ്സസ് പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ എക്സ്റ്റൻഷൻ കിട്ടിയത്. മിനിമം അവരാ ചെയ്ത ആ ഒരു മിസ്റ്റേക്കിന് അവർ സെക്കൻഡ് സ്റ്റേജിലുള്ളവർക്കും കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കണമായിരുന്നു, 500 വാങ്ങിക്കാതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത് ഞാൻ ജെന്യുവൻലി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇനി കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക്, അല്ലെ മുന്നേ കോഴ്സ് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ആരംഭം 1 ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ട് അപ്പം അവർ ലോഞ്ച് ചെയ്തതാണ്, അതുകൊണ്ട് അവർ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അതിനുള്ള എല്ലാ പരിമിതികളും അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.